കൊടും ക്രിമിനലിനെയാണ് തങ്ങൾ സർവീസിലെടുത്തിരിക്കുന്നത് എന്ന് അപ്പോൾ കർണാടക പോലീസിന് അറിയില്ലായിരുന്നു. 1996 സെപ്റ്റംബർ മാസത്തിലാണ് ഉമേഷ് റെഡ്ഡി ഡിസ്ട്രിക്ട് ആംഡ് റിസർവ് പോലീസിൽ ട്രെയിനിയായി ജോയിൻ ചെയ്തത്. 2 മാസത്തിനുള്ളിൽ തന്നെ അയാൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. ട്രെയിനിങ്ങിനിടയിൽ കിട്ടുന്ന ഒഴിവു സമയങ്ങളിൽ ക്യാമ്പിൽ നിന്നും പുറത്തു ചാടിയാണ് ഇയാൾ ഇത്തരം പ്രവൃത്തികളെല്ലാം ചെയ്തിരുന്നത്. എന്നിട്ടും അത് തിരിച്ചറിയാൻ വളരെ വൈകി എന്നുള്ളത് കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വലിയ വീഴ്ചയാണ്. രൂപ മർഡർ കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ട ഉമേഷ് റെഡ്ഡി പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട് ബാംഗ്ലൂരിലേക്ക് കടന്നതിനു ശേഷം അയാൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് എന്ന് ഇനി നോക്കാം. ബാംഗ്ലൂരിലെത്തിയ ഉമേഷ് റെഡ്ഡി കളവും കൊലപാതകങ്ങളും പൂർവാധികം ശക്തിയോടെ ആരംഭിക്കാനാണ് തീരുമാനിച്ചത്. അതിനയാൾ ഒരു പ്ലാൻ തയ്യാറാക്കി. രാവിലെ 11 മണിക്കും 3 മണിക്കും ഇടയിൽ വീടുകളിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തുക എന്നതായിരുന്നു അയാളുടെ ആദ്യത്തെ പ്ലാൻ. കാരണം ആ സമയത്ത് ആണുങ്ങൾ ജോലിക്ക് പോയിട്ടുണ്ടാവും, കുട്ടികൾ